Hi friends, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CMA ഇൻ്റർമീഡിയറ്റ് ഡിസംബർ 2025 അറ്റംപ്റ്റിൻ്റെ ഇൻഡയറക്റ്റ് ടാക്സസ് അമെൻമെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് അധികമുണ്ട്. TT കമ്പയർ ടു DT കുറച്ചധികം വരും, പക്ഷേ സിമ്പിളാണ്, പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ക്ലാരിഫിക്കേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് availed by electronic commerce operators were services specified under section 9 subsection 5 of the Central Goods and Services Tax Act 2017 are supplied through their platform. അതായത് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന 9 സബ്സെക്ഷൻ 5 പറയുന്ന സർവീസസ് ചെയ്യുമ്പോൾ അവർ പ്രൊക്യൂർ ചെയ്യുന്ന ഇൻപുട്ട് ഗുഡ്സിൻ്റെ ടാക്സ് റിവേഴ്സ് ചെയ്യണോ, അതാണ് ഇഷ്യൂ. വെദർ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ required to pay tax under 9 subsection 5, അതായത് ഈ 9(5) പ്രകാരം ടാക്സ് പേ ചെയ്യേണ്ട ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ഈസ് ലയബിൾ ടു റിവേഴ്സ് പ്രപ്പോർഷനേറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ ഹിസ് ഇൻപുട്സ് ആൻഡ് ഇൻപുട്ട് സർവീസസ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് സപ്ലൈസ് മെയ്ഡ് അണ്ടർ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 ഓഫ് ദ CGST ആക്ട്. അതായത് ഇപ്പോൾ ഊബർ അല്ലേ, ഊബർ ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലൂടെ സർവീസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഊബർ കൊടുക്കുന്ന പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് 9 സബ്സെക്ഷൻ 5 പ്രകാരം അവർ RCMൽ എന്ത് ചെയ്യണം, ടാക്സ് പേ ചെയ്യണം. അപ്പോൾ അങ്ങനെ പേ ചെയ്യുന്ന ഊബറിന് അവരുടെ ഓഫീസ് സ്പേസ് റെൻറ്റിനെടുത്തു അല്ലെങ്കിൽ വേറെ ഓരോ സർവീസ് പ്രൊക്യൂർ ചെയ്യുമ്പോൾ അവർ പേ ചെയ്യുന്ന ITC റിവേഴ്സ് ചെയ്യണോ, അവർ പേ ചെയ്യുന്ന GST റിവേഴ്സ് ചെയ്യണോ എന്നാണ് ഡൗട്ട്. അപ്പോൾ ഈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 2 സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, supplies notified under section 9 subsection 5 of the CGST Act for which he is liable to pay tax as if he is the supplier of the said services. രണ്ടാമത്തത് സപ്ലൈ ഓഫ് ഹിസ് ഓൺ സർവീസസ് ബൈ പ്രൊവൈഡിങ് ഹിസ് ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ഫോർ വിച്ച് ഹി ചാർജസ് പ്ലാറ്റ്ഫോം ഫീ ഓർ കമ്മീഷൻ ഫ്രം ദ പ്ലാറ്റ്ഫോം യൂസേഴ്സ്. അതായത് ചില ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ചെറിയൊരു പ്ലാറ്റ്ഫോം ഫീ അല്ലെ, അവരുടെ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്, ആ പ്ലാറ്റ്ഫോം ഫീ കളക്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ 9 സബ്സെക്ഷൻ 5 ഇൻക്ലൂഡ് ചെയ്യുന്നത്. പ്ലാറ്റ്ഫോം ഫീ സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ 2 സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. For providing the services mentioned at 1, 2 above, the e-commerce operator procures input as well as input services for which he avails input tax credit. അങ്ങനെ ആദ്യം പറഞ്ഞ 9 സബ്സെക്ഷൻ 5 ഓക്കെ, 9 സബ്സെക്ഷൻ 5 അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് അത് ആ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് വേറെയും കുറേ ആവശ്യങ്ങളുണ്ടാവും അല്ലേ, ഇൻപുട്സ് എടുക്കേണ്ടി വരും. അങ്ങനെ ഇൻപുട്സ് പ്രൊക്യൂർ ചെയ്യുമ്പോൾ പേ ചെയ്ത ITC. ഫോർ എക്സാമ്പിൾ, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ 9 സബ്സെക്ഷൻ 5 എന്ത് ചെയ്യാണ്, സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അവർ വേറെയും ഇൻപുട്ട് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് അക്വയർ ചെയ്യുന്നുണ്ടാവും. ഇത് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ 9 സബ്സെക്ഷൻ 5 പറയുന്ന സർവീസസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇവർ പ്രൊക്യൂർ ചെയ്ത ഐറ്റത്തിൻ്റെ മുകളിൽ ഇവർ പേ ചെയ്ത GST റിവേഴ്സ് ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. It has been clarified by question number 6 of circular number 167/23/2021 GST dated 17/12/2021 that the e-commerce operator shall not be required, അവർ ചെയ്യണ്ട എന്നാണ് പറയുന്നത്, shall not be required to reverse input tax credit on account of restaurant services on which he pay tax under section 9 subsection 5 of the CGST Act. It has also been clarified that the input tax credit will not be allowed to be utilized for the payment of tax liability under the section 9 subsection 5, and the whole of the tax liability under section 9 subsection 5 will require to be paid in cash. The principle which has been outlined in question number 6 of circular number 167/23/2021 GST dated 17/12/2021 also applies to the supplies made in respect of other services specified under section 9 subsection 5 of the CGST Act. അതായത് ഇവിടെ പറയുന്നത് 9 സബ്സെക്ഷൻ 5 സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇവർ ഇൻപുട്ട് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊക്യൂർ ചെയ്യും. ഓക്കെ, ഇങ്ങനെ പ്രൊക്യൂർ ചെയ്യുമ്പോൾ പേ ചെയ്ത GST റിവേഴ്സ് ചെയ്യണ്ട. ഓക്കെ, റിവേഴ്സ് ചെയ്യണ്ട. അപ്പോൾ ഇവർക്ക് ഈ RCMൽ പേ ചെയ്യേണ്ട ടാക്സ് പേ ചെയ്യാൻ വേണ്ടി ഈ ITC ഉപയോഗിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അതായത് RCM പേ ചെയ്യാൻ ക്യാഷ് തന്നെ വേണം. പക്ഷെ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഫീ ഒക്കെ
വാങ്ങിക്കുന്നുണ്ടല്ലോ, ഈ പ്ലാറ്റ്ഫോം ഫീ വാങ്ങുന്ന സർവീസ് അല്ലേ, അതൊരു സർവീസാണ്. അപ്പോൾ അതിന് GST ചാർജ് ചെയ്യണം. അതിന് എഗെയിൻസ്റ്റ് ഒക്കെ ഇത് സെറ്റ് ഓഫ് ചെയ്യാം. അല്ലാണ്ട് RCMന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഇൻപുട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ല. അതെല്ലാം RCM അങ്ങനത്തെയാണ്. നമ്മുടെ ITC വെച്ചിട്ട് RCM പേയ്മെൻറ്റ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. In view of this, it is clarified that electronic commerce operator ECO who is liable to pay tax under section 9 subsection 5 of the CGST Act in respect of specified services is not required to reverse the input tax credit on his inputs and input services proportionately under section 17 subsection 1 or section 17 subsection 2 of the CGST Act to the extent of supplies made under section 9(5) of CGST Act. അപ്പോൾ അതിൻ്റെ സമ്മറിയാണ് ബാക്കി പറയുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയും മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് ക്ലാരിഫിക്കേഷൻ ഓൺ അവൈലബിലിറ്റി ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആസ് പെർ ക്ലോസ് B of subsection 2 of section 16 of the Central Goods and Services Tax Act 2017 in respect of goods which have been delivered by the supplier at his place of business under X works contract. അപ്പോൾ ഇവിടെ പറയുന്നത് മെയിനായിട്ട് അതായത് ഒരു മാനുഫാക്ചർ ഉണ്ട്. ഓക്കെ, എന്താ ഓട്ടോമൊബൈൽ മാനുഫാക്ചർ. ഓക്കെ, അപ്പോൾ ഇവർ വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്യും. ഇത് ആർക്ക് കൊടുക്കും? ഡീലേഴ്സിന് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ITC ക്ലെയിം ചെയ്യണമെങ്കിൽ റെസീപ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പഠിച്ചു. ഈ റെസീപ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. 5-6 കണ്ടീഷനിൽ 1 among ഇതാണ്. അപ്പോൾ ഈ കാറ് ഡീലേഴ്സിൻ്റെ അടുത്തേക്ക് എങ്ങനെ എത്താമെന്ന് ചോദിച്ചാൽ ട്രാൻസ്പോർട്ടർ വഴിയാണ്. ഓക്കെ, ഈ ട്രാൻസ്പോർട്ടർ വഴിയാണ് ഗുഡ്സ് എത്തിക്കുക. അപ്പോൾ അസസി പറയുന്നു ഈ ട്രാൻസ്പോർട്ടറിൻ്റെ കയ്യിൽ ഈ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിൻ്റെ ഫാക്ടറി ഗേറ്റിൽ നിന്ന് ഈ ഫാക്ടറി വർക്കേഴ്സ് ട്രാൻസ്പോർട്ടർക്ക് ഗുഡ്സ് കൈമാറുമ്പോൾ തന്നെ ഇവർക്ക് കിട്ടിയതായി കണക്കാക്കണം. കാരണം ആ സമയം മുതൽ എല്ലാ റിസ്ക്കും റിവാർഡും ഡീലേഴ്സിൻ്റെയാണ്. ഫാക്ടറി ആൾക്കാരുടെ റോള് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഴ്സിന് കൈമാറുന്ന സമയത്ത് തന്നെ അത് റെസിപ്റ്റായി കണക്കാക്കണം. അതുകൊണ്ട് അപ്പം തന്നെ ITC ക്ലെയിം ചെയ്യാൻ അനുവദിക്കണം എന്നാണ് അസസി പറയുന്നത്, ഡീലേഴ്സ് പറയുന്നത്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണ് ഫിസിക്കൽ റെസിപ്റ്റ് ആക്ച്വൽ ഡെലിവറി എപ്പോഴാണോ ഡീലേഴ്സിൻ്റെ കയ്യിൽ പോകുന്നത് അപ്പം മാത്രമേ ITC ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. അതായിരുന്നു ആ സമയത്തുള്ള ഇഷ്യൂ. അപ്പോൾ അതിന് ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണ് എപ്പോഴാണോ ട്രാൻസ്പോർട്ടർക്ക് കൈമാറുന്നത് ഓക്കെ ആ സമയം മുതൽ ഡീംഡ് ഫിസിക്കൽ റെസിപ്റ്റായി കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ITC ക്ലെയിം ചെയ്യാം. ശരിക്കുമുള്ള റെസിപ്റ്റ് വരെ വെയിറ്റ് ചെയ്യണ്ട, അതിന് മുന്നേ തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്തോളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, കൺസെപ്റ്റ് അത്രയേ ഉള്ളൂ. ബാക്കിയൊന്ന് വായിച്ചാൽ മതി, മനസ്സിലാവും. അടുത്തത് ക്ലാരിഫിക്കേഷൻ ഓൺ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഓൺലൈൻ സർവീസസ് സപ്ലൈഡ് ബൈ ദ സപ്ലയേഴ്സ് ഓഫ് സർവീസസ് ടു അൺരജിസ്റ്റേർഡ് റെസിപ്പിയൻറ്റ്. ഇവിടെ വരുന്നത് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. രജിസ്റ്റേർഡ് റെസിപ്പിയൻ്റ് ആണെങ്കിൽ കൺഫ്യൂഷൻ ഇല്ല. അവരുടെ ഏത് സ്റ്റേറ്റിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ദാറ്റ് വിൽ ബി ദ പ്ലേസ് ഓഫ് സപ്ലൈ. എന്നാൽ അൺരജിസ്റ്റേർഡ് പേഴ്സൺസിന് ഓൺലൈൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നല്ല കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ തീരുമാനിക്കാമെന്ന് ചോദിച്ചാൽ ഈ സപ്ലയറിൻ്റെ റെക്കോർഡ്സിൽ റെസിപ്പിയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ, അതായത് ഏത് സ്റ്റേറ്റിലാണോ റെസിപ്പിയൻ്റ് ഉള്ളത് എന്ന് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി റെസിപ്പിയൻറ്റിൻ്റെ ഒരു ഡീറ്റെയിൽസും സപ്ലയറിൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ സപ്ലയറിൻ്റെ പ്ലേസ് ഏതാണോ ദാറ്റ് വിൽ ബി ദ പ്ലേസ് ഓഫ് സപ്ലൈ. ഇതാണ് കണ്ടീഷൻ പറയുന്നത് ആക്റ്റിൽ. അപ്പോൾ ഈ ഓൺലൈൻ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ റെസിപ്പിയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പ്ലേസ് ഓഫ് റെസിഡൻസ് വാങ്ങിക്കില്ല. ഓക്കെ, അപ്പോൾ റെക്കോർഡ്സിലില്ലെങ്കിൽ എന്താ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദ പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പോൾ അതുകൊണ്ട് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ടാക്സ് ഡിസ്ക്രിമിനേഷൻ അവിടെ വരാം. കാരണം ഏത് സ്റ്റേറ്റിലേക്കാണോ ടാക്സ് പോകേണ്ടത് ആ സ്റ്റേറ്റിലേക്ക് ടാക്സ് പോകുന്നില്ല, കാരണം സപ്ലയറിൻ്റെ സ്റ്റേറ്റിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ട്രാൻസാക്ഷൻ വാല്യൂ നിർബന്ധമായിട്ടും സപ്ലയറിൻ്റെ ടാക്സ് ഇൻവോയ്സിൽ എന്തുണ്ടാവണം? റെസിപ്പിയൻറ്റിൻ്റെ സ്റ്റേറ്റ് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ റെസിപ്പിയൻറ്റിൻ്റെ സ്റ്റേറ്റ് ടാക്സ് ഇൻവോയ്സിൽ ഉണ്ടെങ്കിൽ ഈസിയാണ് അല്ലേ, ആ സ്റ്റേറ്റിന് ടാക്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അതാണ് പുതിയ അമെൻമെൻറ്റ്. അപ്പോൾ ഇത് മെയിനായിട്ട് ആർക്ക് അപ്ലിക്കബിൾ? അൺരജിസ്റ്റേർഡ് റെസിപ്പിയൻസിനാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ട് വരിക. ദ സ്റ്റേറ്റ് ഓഫ് ദ റെസിപ്പിയൻ മസ്റ്റ് ബി റെക്കോർഡഡ് ഓൺ ദ ഇൻവോയ്സ്. അത് വിൽ ബി ഡീംഡ് ആസ് ദ അഡ്രസ് ഓൺ റെക്കോർഡ്. റെക്കോർഡിലുള്ള അഡ്രസ്സായിട്ട് അതിനെ ഡീം ചെയ്യും എന്നാണ് പറയുന്നത്.
അപ്പോൾ അങ്ങനെ ഓൺലൈൻ സർവീസസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. എക്സാമ്പിൾ ഓഫ് സച്ച് സർവീസസ് ഇൻക്ലൂഡ് സബ്സ്ക്രിപ്ഷൻ ടു OTT പ്ലാറ്റ്ഫോം, e-newspapers, മൊബൈൽ ആപ്പ് സർവീസസ്, ടെലികോം സർവീസസ് ആൻഡ് OIDR സപ്ലൈസ്. നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം അല്ലേ, അതിൻ്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ അവർ ഏത് സ്റ്റേറ്റാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? നിയമത്തിൽ പറയുന്നുണ്ട് നമ്മുടെ സ്റ്റേറ്റ് നിർബന്ധമായിട്ടും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. Suppliers are required to collect state information from unregistered users before supply and report it correctly in just 1 or 1A. Failure to comply may attract penal provisions under section 122 subsection 3 clause E of CGST Act. Okay. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഓൺലൈൻ സർവീസ് പ്രൊവൈഡഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺസ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ വേരിയസ് ഇഷ്യൂസ് പെർട്ടൈനിങ് ടു GST ട്രീറ്റ്മെൻറ്റ് ഓഫ് വൗച്ചേഴ്സ്. വൗച്ചേഴ്സിലുള്ള GST ട്രീറ്റ്മെൻ്റ് ആണ് നെക്സ്റ്റ് പറയും. ദിസ് സർക്കുലർ അഡ്രസ്സസ് മൾട്ടിപ്പിൾ ആംബിഗ്യൂറ്റീസ് സറൗണ്ടിങ് ദ GST ഇംപ്ലിക്കേഷൻ ഓൺ വൗച്ചേഴ്സ്. വൗച്ചേഴ്സ് എപ്പോഴും പ്രശ്നക്കാരാണ്. The first issue pertains to whether transaction vouchers amount to supply of goods or services. അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഒരു വൗച്ചർ വാങ്ങും. ഓക്കെ, അങ്ങനെ വൗച്ചർ വാങ്ങുന്ന സമയത്ത് അല്ലേ നമ്മൾ പൈസ കൊടുക്കുന്നു, വൗച്ചർ വാങ്ങിക്കുന്നു, അത് ഒരു സപ്ലൈ ആണോ? അതാണ് ആദ്യത്തെ ഡൗട്ട്. The clarification issued states that vouchers are instruments creating an obligation to accept them as consideration for supply. If the voucher qualifies as a prepaid instrument recognized by RBI, it is considered money and thus excluded from the definition of both goods and services under the CGST Act. ഈ വൗച്ചേഴ്സ് അത് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. വൗച്ചേഴ്സ് ആസ് സച്ച് യൂസ്ലെസ് ആണ്. എപ്പോഴാണ് വൗച്ചേഴ്സിന് യൂസ് വരാമെന്ന് ചോദിച്ചാൽ ആ വൗച്ചേഴ്സ് എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ ഗുഡ്സോ സർവീസോ വാങ്ങിക്കുന്ന സമയത്താണ്. അപ്പോൾ അതൊരു ഫിക്സഡ് സമ്മ ആണെങ്കിൽ അതിനെ നമുക്ക് പൈസയായിട്ട് ട്രീറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ GSTയുടെ ഡെഫിനിഷനിൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ മണി ആൻഡ് സെക്യൂരിറ്റീസിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ആ പേര് പറഞ്ഞ് നമുക്ക് വൗച്ചേഴ്സിനെ ഒഴിവാക്കാം. വൗച്ചേഴ്സിനെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈവൺ ഇഫ് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ RBI റെക്കഗ്നൈസ്ഡ് ആണെങ്കിലാണ് മണിയായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി RBI റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിലോ? ഈവൺ ഇഫ് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ RBI സച്ച് വൗച്ചേഴ്സ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ആക്ഷനബിൾ ക്ലെയിംസ്. അതിനെ ആക്ഷനബിൾ ക്ലെയിം, കാരണം ലോൻ്റെ അണ്ടറിൽ നമുക്കതിനെ എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്, അപ്പോൾ അതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ആക്ഷനബിൾ ക്ലെയിം ആയിട്ട് ട്രീറ്റ് ചെയ്യാം ആൻഡ് ഫോൾ അണ്ടർ ഷെഡ്യൂൾ 3. അപ്പോൾ ഷെഡ്യൂൾ 3 എന്താണ്? ആക്ഷനബിൾ ക്ലെയിമിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഷെഡ്യൂൾ 3 എന്ന് പറയുന്നത് നെഗറ്റീവ് ലിസ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണ്ട. ഹെൻസ് നോട്ട് കൺസിഡേർഡ് ആസ് സപ്ലൈ. അപ്പോൾ അതും എന്താണ്? സപ്ലൈ അല്ലാണ്ട് ആകും. Therefore, transactions in vouchers themselves are not taxable under GST, though the underlying supply of goods or services for which the voucher is redeemed remains taxable. അപ്പോൾ വൗച്ചേഴ്സിനെയാണ് നമ്മൾ സപ്ലൈ അല്ലെങ്കിൽ ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. പക്ഷേ ഈ വൗച്ചർ എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ ഗുഡ്സോ സർവീസോ വാങ്ങിക്കഴിഞ്ഞാൽ അതെന്താണ്? അത് ടാക്സബിൾ തന്നെയാണ്. അതിന് GST വരികയും ചെയ്യും. അതാണ് ആദ്യത്തെ ഇഷ്യൂ. അപ്പോൾ ആദ്യത്തെ ഇഷ്യൂവിന് ഒരു ക്ലാരിറ്റി വന്നു. അതിനെ ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണ്ട. The second issue relates to GST treatment of distribution of vouchers by distributors or agents. In principal-to-principal transaction, where distributors purchase and resell vouchers at a margin, the trading of voucher is not considered a supply and is not liable to GST. However, if vouchers are distributed on a commission or agency basis, the commission received by the agent is treated as taxable supply of service and attracts GST. ഇപ്പോൾ ഇവിടെ പറയുന്നത്, ഞാനൊരു വൗച്ചർ വാങ്ങി. ഓക്കെ, ഞാനൊരു വൗച്ചർ വാങ്ങിയിട്ട് ഒരു ചെറിയ മാർജിൻ, അതായത് പ്രോഫിറ്റ് മാർജിൻ ഇട്ടിട്ട് ഞാനത് റീസെല് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നതാണ് വൗച്ചേഴ്സാണ്. വൗച്ചേഴ്സ് ഗുഡ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ട്രേഡ് ചെയ്യുന്നതിനെ എന്തായി കണക്കാക്കരുത്? സപ്ലൈ ആയിട്ട് കണക്കാക്കരുത്. അതിന് GST വാങ്ങരുത്. പക്ഷേ ഞാൻ ഈ വൗച്ചേഴ്സ് വിറ്റ് ഒരു കമ്മീഷൻ ബേസിസിലാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഞാനൊരു സർവീസ് കൊടുക്കുന്നുണ്ട്. അതിനെ എന്ത് ചെയ്യണം? ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ടാക്സബിൾ സപ്ലൈ ഓഫ് സർവീസ് ആൻഡ് അട്രാക്ട്സ് GST. അപ്പോൾ പൈസ രണ്ടും വൗച്ചേഴ്സ് തന്നെ കിട്ടുന്നത്. പക്ഷേ ഞാനൊരു ചെറിയ മാർജിൻ വെച്ചിട്ടാണ് സെല് ചെയ്യുന്നതെങ്കിൽ അത് സപ്ലൈ അല്ല. പക്ഷേ എൻ്റെ റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് കമ്മീഷൻ ആണെങ്കിൽ അത് ടാക്സബിൾ ആവുകയും ചെയ്യും. ഇതാണ് രണ്ടാമത്തെ ഇഷ്യൂ. ഇനി മൂന്നാമത്തെ ഇഷ്യൂ. The third issue concerns additional services provided to voucher issuers such as co-branding, advertising, technical support and customer care. The circular clarifies that these are separate taxable supply of services and GST is applicable on the service charges received for such service. അതായത് ഞാനിങ്ങനെ വൗച്ചേഴ്സ് സെല് ചെയ്യുന്നു. പക്ഷേ ഈ വൗച്ചേഴ്സ് കറക്റ്റായിട്ട് റിഡീം ചെയ്യണ്ടോ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ
ഗ്രീവൻസസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കസ്റ്റമർ സെൻറ്റർ ഒരു കോൾ സർവീസ് അവൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വല്ല സപ്പോർട്ടിങ് ആൻസിലറി സർവീസസ് ഞാൻ അവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന പൈസയ്ക്കൊക്കെ GST ഉണ്ട്. അതൊക്കെ ടാക്സബിൾ ആണ്. വൗച്ചേഴ്സ് മാത്രമാണ് സപ്ലൈ അല്ല അല്ലെങ്കിൽ ഗുഡ്സ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ആൻസിലറി സർവീസസിനെ ഒഴിവാക്കിയിട്ടില്ല. അതെല്ലാം ടാക്സബിൾ തന്നെയാണ്. The fourth issue relates to unredeemed vouchers, termed as breakage. The circulars clarifies that no GST is payable on breakage since there is no underlying supply of goods or services in such cases, and the retained amount does not qualify as consideration under Section 2, Subsection 31 of the CGST Act. There must be a clear supply and a contractual agreement for consideration to trigger tax liability, which is absent in case of mere non-redemption. അതായത് ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് കടയിൽ പോയിട്ട് ഷോപ്പിൽ പോയിട്ട് ഒരു വൗച്ചർ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വൗച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ വൗച്ചറിൻ്റെ പ്രൈസ് ഞാൻ ആ കടയിൽ കൊടുത്തിട്ടുണ്ടാവും, വൗച്ചർ വാങ്ങിയിട്ടുണ്ടാവും. മേ ബി അത് ഞാൻ ഗിഫ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പർപ്പസിനായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ ഞാനത് ഗിഫ്റ്റ് ചെയ്തു, ആ ഗിഫ്റ്റ് റിസീവ് ചെയ്ത ആൾ അത് റിഡീം ചെയ്തില്ല. ഓക്കെ, അത് എക്സ്പയർ അതിൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞു. അങ്ങനെ റിഡീം ചെയ്തിട്ടില്ലെങ്കിൽ ഷോപ്പ് കീപ്പർക്ക് ഓൾറെഡി ആ വൗച്ചറിൻ്റെ പൈസ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ കിട്ടിയ എമൗണ്ട് കൺസിഡറേഷനായി ട്രീറ്റ് ചെയ്ത് ആ എമൗണ്ടിൻ്റെ മുകളിൽ GST പേ ചെയ്യണം. ഇതാണ് അടുത്ത കൺഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ പറയുന്നത് അല്ലേ, പൈസ കിട്ടിക്കഴിഞ്ഞാൽ GST വേണം. പക്ഷെ ഇവിടെ പറയുകയാണ് വൗച്ചർ എന്തല്ല, ഗുഡ്സ് അല്ല. ഇനി RBI റെക്കഗ്നൈസ് ചെയ്യാത്തതാണെങ്കിൽ അത് സപ്ലൈ അല്ല. സപ്ലൈ അല്ലാണ്ട് ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ബ്രേക്കേജ് വന്ന കേസസ് ആണെങ്കിൽ, അൺയൂട്ടിലൈസ്ഡ് വൗച്ചേഴ്സ് ആണെങ്കിൽ അതിനൊന്നും എന്ത് പേ ചെയ്യേണ്ട ആവശ്യമില്ല, GST പേ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അടുത്തത് റെഗുലറൈസിങ് പേയ്മെൻറ്റ് ഓഫ് GST on co-insurance premium apportioned by the lead insurer to the co-insurer and on ceding or reinsurance commission deducted from the reinsurance premium paid by the insurer to the reinsurer. ആദ്യത്തെ കേസ് ഇപ്പോൾ അംബാനി അല്ലേ. ഓക്കെ, അപ്പോൾ മുകേഷ് അംബാനി അയാൾ പറയാണ് അയാൾക്കൊരു ഇൻഷുറൻസ് പോളിസി വേണം അല്ലേ, ബിസിനസ് മാഗ്നറ്റാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഒരു 50 കോടി അല്ലെങ്കിൽ 100 കോടി രൂപയുടെ ഒരു പോളിസി എടുക്കുക. അപ്പോൾ ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ മുകേഷ് അംബാനി എൻ്റെ അടുത്ത് വന്ന് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് എനിക്ക് പേടിയാവാം. കാരണം എന്താ, ഇയാൾക്ക് എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കമ്പനി പൂട്ടിപ്പോകും അല്ലേ. 100 കോടിയുടെ ഇൻഷുറൻസ് പോളിസിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേറൊരു മിസ്റ്റർ ബീനെയും കൂടി വിളിക്കുകയാണ്, അടുത്ത ഇൻഷുറൻസ് കമ്പനിയും കൂടി വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഈ റിസ്ക് ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഞാനൊരു എമൗണ്ട് അയാൾക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവിടെ GST ഇംപ്ലിക്കേഷൻ എന്താണ്, അത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, ഞാൻ വേറൊരാൾക്ക് ഇൻഷുറൻസ് എന്നെ കൊണ്ട് താങ്ങില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ വേറെ ആൾക്ക് കൈമാറും ചെയ്യാം. അപ്പോൾ വേറെ ആൾക്ക് അത് പുതിയ ബിസിനസ്സായിട്ട് കിട്ടുകയാണ്, ത്രൂ ഞാനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അയാൾക്കൊരു ഫേവർ ചെയ്തു, എനിക്ക് അഗെയിൻസ്റ്റ് എന്ത് വേണം, ഒരു കമ്മീഷൻ വേണം. അതാണ് റീ ഇൻഷുറൻസ്. ആ കേസുകളിലൊക്കെ എന്താണ് സംഭവിക്കുക? This circular addresses the GST treatment of co-insurance and reinsurance transaction following the recommendation of the 53rd GST Council meeting held on 22nd June 2024. The issue involved relates to the taxability of apportionment of premium by a lead insurer to co-insurer in co-insurance arrangements and deduction of reinsurance commission by insurers from premium paid to reinsurer. The clarification issued states that both these transactions have been retrospectively included under Schedule 3 of the CGST Act, designating them as activities neither supply of goods nor supply of services provided specific conditions are met. അപ്പോൾ നിങ്ങളിത് മാത്രം പഠിക്കരുത്. ഷെഡ്യൂൾ 3 ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ചില കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്താൽ മാത്രമേ ഇത് ഇൻവോൾവ് ആവുള്ളൂ. ഫോർ കോ ഇൻഷുറൻസ് ദിസ് ഈസ് വാലിഡ് ഓൺലി ഇഫ് ദ ലീഡ് ഇൻഷുറർ പേസ് GST on full premium collected from the insured. For reinsurance, exemption applies if GST is paid by the reinsurer on the gross premium inclusive of the commission retained by the insurer. അതായത് മുകേഷ് അംബാനി എനിക്ക് എന്ത് തന്നിട്ടുണ്ടാവും, 100 കോടിയുടെ ഇൻഷുറൻസ് പോളിസി. ഇപ്പോൾ സപ്പോസ് ഒരു 20 കോടിയാണ് ഇൻഷുറൻസ് പ്രീമിയം എങ്കിൽ 20 കോടി എനിക്ക് തന്നിട്ടുണ്ടാവും. ഈ 20 കോടിയുടെ മുകളിലും ഞാൻ GST കളക്ട് ചെയ്ത് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ബിക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യേണ്ട, വേറെ GST ഒന്നും കൊടുക്കേണ്ട. കാരണം എൻറ്റയർ എമൗണ്ട് ഞാൻ ഓൾറെഡി GST പേ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ കേസ്, കോ ഇൻഷുറൻസിൻ്റെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് റീ ഇൻഷുറൻസ് ആണ്. റീ ഇൻഷുറൻസിൽ ഇപ്പോൾ ഇതേ മുകേഷ് അംബാനി വരികയാണ്, 20 കോടി തരികയാണ്. അപ്പോൾ 20 കോടി ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നുകൊണ്ട് മിസ്റ്റർ ബിക്ക് ട്രാൻസ്ഫർ ചെയ്തുവല്ലോ. അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് 2 കോടി 10% എനിക്ക് എന്ത് വേണം, കമ്മീഷൻ വേണമെന്ന് പറയുകയാണ്.
അപ്പോൾ 20 കോടി എനിക്ക് തരുമ്പോൾ ഞാൻ മുകേഷ് അംബാനിക്ക് 18 ലക്ഷം കൊടുക്കുന്നുള്ളൂ, മിസ്റ്റർ ബിക്ക് 18 കോടിയേ കൊടുക്കുന്നുള്ളൂ. 2 കോടി ഞാൻ റീറ്റെയിൻ ചെയ്യണം എൻ്റെ കമ്മീഷനായിട്ട്. പക്ഷേ ഈ റീഇൻഷുറർ എൻറ്റയർ 20 crores GST ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ GST ഒന്നും വരില്ല. നെറ്റ് എമൗണ്ട് അല്ല, ഗ്രോസ് എമൗണ്ട് 20 കോടിയുടെ മുകളിലുള്ള GSTയും ആര് പേ ചെയ്തിട്ടുണ്ടാവണം? റീഇൻഷുറർ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ 2 crore കമ്മീഷൻ എന്ത് വേണ്ട? GST വേണ്ട എന്നാണ് പറയുന്നത്. These provisions have been made effective from 1st November 2024 via notification number 17/2024 Central Tax. Importantly, the circular regularizes any GST already paid on such transaction from 1/7/2017 to 31/10/2024 on an as-is where-is basis, thus avoiding retrospective disputes or litigation for that period. This regularization provides legal certainty and compliances ease for the insurance sector. ഇവിടെ അവർ ചെയ്തത് ഇങ്ങനെയൊക്കെ ചെയ്തു, പക്ഷെ മുന്നേ നിങ്ങൾ ഈ കാറ്റഗറിയിൽ എന്തെങ്കിലും GST പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റീഫണ്ടും ചോദിച്ചുകൊണ്ട് വരരുത്. അടച്ചതടച്ചു അല്ലേ? പുട്ട് ഈസ് പുട്ട്, നോ മോർ പുട്ട് എന്ന് പറഞ്ഞ പോലെ അടച്ചതടച്ചു, അതിന് നിങ്ങൾക്ക് റീഫണ്ടൊന്നും കിട്ടില്ല. പക്ഷെ ഇനി മുതൽ എന്ത് ചെയ്യണ്ട? വേറെ GST പേ ചെയ്യണ്ട എന്നാണ് പറയുന്നത്. അടുത്തത് ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് അപ്ലിക്കബിലിറ്റി ഓഫ് GST ഓൺ സർട്ടൻ സർവീസസ്. ഇനി കുറച്ച് ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് പറയുന്നത്. അതിനൊന്നും എന്ത് പേ ചെയ്യേണ്ട? GST പേ ചെയ്യേണ്ട. This circular, based on recommendation of 55th GST Council meeting, provides clarification on several GST-related issues involving financial, educational, municipal and utility services. അതിൽ ആദ്യത്തെയാണ് penal charges by banks or NBFCs. The issue was whether GST applies to penal charges imposed by regulatory entities in place of penal interest following RBI's directive dated 18/8/2023. It is clarified that such penal charges, being in the nature of deterrence for breach of contract terms, are not subject to GST. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് റെഗുലേറ്ററി എൻറ്റിറ്റീസ് എന്തെങ്കിലും പീനൽ ചാർജസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് GST കളക്ട് ചെയ്യണോ, ചാർജ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്താൽ അതിനെന്താണ്? ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തു. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു GST ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ അതിന് GST ചാർജ് ചെയ്യണം. എന്നാൽ നോൺ കോമ്പീറ്റൻസ്, അതായത് ഫോർ എക്സാമ്പിൾ ഒരു സിനാരിയോ എടുക്കാനാണെങ്കിൽ ഇവിടെ GST ഞാൻ എടുക്കുന്നതിന് മുമ്പ് വേറൊരു ഫാക്കൽറ്റി എടുത്തിരുന്നു. അപ്പോൾ ആ ഫാക്കൽറ്റി പോയ ഗ്യാപ്പിലാണ് ഞാൻ വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എങ്ങനെ ക്ലാസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ പണ്ടത്തെ ഫാക്കൽറ്റി തിരിച്ചു വരികയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, തിരിച്ചു വരരുത്, എൻ്റെ ഇത് മുടക്കരുത്, അപ്പോൾ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മുന്നത്തെ ഫാക്കൽറ്റിക്ക് കുറച്ച് പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ അയാൾ ആക്ടിവിറ്റി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? കൺസിഡറേഷൻ കൊടുക്കുന്നത്. അതിനെയും GSTയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ നോൺ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ആക്ട് ബെയർ ചെയ്യുന്നത് ആ സഹിക്കുന്നതിനും നമ്മൾ വല്ല പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനൊക്കെ GST വേണമെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് പറയും. അപ്പോൾ ഇവിടെ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പീനൽ ചാർജസ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ആക്ടിവിറ്റി ബാങ്ക് അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റി സഹിക്കുന്നതിനുള്ള ചാർജസ് അല്ല, നമ്മൾ ഭാവിയിൽ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പീനൽ ചാർജസിന് എന്ത് വേണ്ട? GST വേണ്ട എന്നാണ് പറയുന്നത്. അടുത്തത് പേയ്മെൻറ്റ് അഗ്രിഗേറ്റേഴ്സ്. A question arose on whether payment aggregators are eligible for GST exemption under serial number 34 of notification number 12/2017 CTR for card-based transaction under ₹2,000. The circular confirms that RBI regulated PAs qualify as acquiring banks and are eligible for exemption, but it does not apply to payment gateways. അതായത് നിങ്ങൾ 2000 രൂപയിൽ താഴെ ഒരു പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത്. ഈ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഒരു പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ, ഇപ്പോൾ റേസർ പേ, ബിൽ ഡെസ്ക്, അപ്പോൾ അതേപോലെ ഒരു പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ വഴിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും? ഒരു ചാർജ് ഡിഡക്റ്റ് ചെയ്യും അല്ലേ? അവരുടെ ഒരു സർവീസ് ഫീസ് ചാർജ് ചെയ്യും. അതിന് എന്ത് ചെയ്യേണ്ട? GST പേ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത് ആർക്ക് ബാധകമല്ല? പേയ്മെൻറ്റ് ഗേറ്റ് വേ, അതായത് ഈ മാസ്റ്റർ കാർഡ്, വിസ, അപ്പോൾ അതേപോലെയുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേസിന് ഇത് അപ്ലിക്കബിൾ അല്ല. പേയ്മെൻറ്റ് അഗ്രിഗേറ്റേഴ്സിന് മാത്രമേ ഇതിൻ്റെ അപ്ലിക്കബിലിറ്റി വരുന്നുള്ളൂ. R&D services by government entities. To address ambiguity of a GST on research and development services provided against government grants, the circular regularizes GST payment from 1/7/2017 to 9/10/2024 on an as-is where-is basis. Post 10/10/2024 such services are exempt. അതായത് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊന്നും എന്ത് കൊടുക്കണ്ട? GST കൊടുക്കണ്ട. എന്ന് മുതൽ
10/10/2024 ശേഷം. അതിന് മുന്നേ വരെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ റീഫണ്ട് കിട്ടില്ല. എല്ലാം ആസിസ് വേറീസ് ബേസിസ് ആണ്. പേ ചെയ്തു, അതിന് മേലെ പറഞ്ഞുകൊണ്ട് വരണ്ട. അടുത്ത സ്കില്ലിംഗ് സർവീസസ് ബൈ NSDC partners. The exemption for NSDC approved training partners was withdrawn effective 10/10/2024 but later restored from 16/1/2025. അതായത് ഇടയിൽ കുറച്ച് കാലം അവരുടെ എക്സംഷൻസ് എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. GST പെയ്ഡ് ബിറ്റ്വീൻ 10/10/2024 ആൻഡ് 15/1/2025 ഈസ് റെഗുലറൈസ്ഡ്. അതെന്താണ്? അത് കിട്ടിയത് കിട്ടി, ഇനി വേണ്ട. Facility Management Services to MCD. The exemption under serial number 3A of notification number 12/2017 does not apply to facility management services availed by MCD for office upkeep. GST is applicable on such services. അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി, ഈ ഡൽഹിയിലുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ അവരുടെ ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ ഓഫീസ് ക്ലീൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സർവീസ് അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ലോക്കൽ അതോറിറ്റി ആണ്, അതുകൊണ്ട് അതെല്ലാം എക്സംപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. അതൊന്നും മുനിസിപ്പാലിറ്റിയുടെ ഇൻട്രസ്റ്റഡ് ഫങ്ഷൻസ് അല്ല. ഓക്കെ, അതൊക്കെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടി വരുന്ന ചിലവുകളാണ്. അതിനൊന്നും GST ഒഴിവാക്കാനായിട്ട് പറ്റില്ല. അതിനെല്ലാം GST പേ ചെയ്യാൻ വേണം എന്നാണ് പറയുന്നത്. DDA status as local authority. It is clarified that Delhi Development Authority is not a local authority under Section 2 subsection 16(9) of CGST Act, and services provided by DDA are not eligible for reverse charge mechanism benefits applicable to local authorities. അതായത് ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് അത് നിയമത്തിൻ്റെ ഭാഗമാണെങ്കിലും മോർ ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ് അവർ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് മുനിസിപ്പാലിറ്റി ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയുടെ ഫംഗ്ഷൻസ് അല്ല അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ലോക്കൽ അതോറിറ്റിയുടെ ഡെഫിനേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് DDA-യുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം GST അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അവർക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ട് റെസിപ്പിയൻറ്റിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ടാക്സ് അടപ്പിക്കാനായിട്ട് പറ്റില്ല. റെൻറ്റിംഗ് ബൈ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ടു കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സ്. GST under RCM for commercial property rentals by unregistered person to registered composition taxpayers is regularized for the period 10/10/2024 to 15/1/2025. അതായത് നിങ്ങൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് റെൻറ്റ് ചെയ്യുന്നത്, സർവീസ് പ്രൊവൈഡർ ഓണർ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, റെസിപ്പിയൻറ്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ RCM ആണെന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അവിടെ നോർമൽ രജിസ്റ്റേർഡ് പേഴ്സൺ ഉണ്ട്, കോമ്പോസിഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ ഉണ്ട്, CTP ഉണ്ട്, NRTP ഉണ്ട്, അങ്ങനെ എല്ലാവരും രജിസ്റ്റേർഡ് കാറ്റഗറിയിലാണ്. ഇതിൽ കോമ്പോസിഷൻ ടാക്സ് പെയർ ആണ് റെസിപ്പിയൻ്റ് എങ്കിൽ അവിടെ RCM വേണ്ട എന്നാണ് പറയുന്നത്. Support services by electricity utilities. Services such as meter testing, release of connection, duplicate bills, etc. by transmission or distribution utilities are exempt from 10/10/2024. GST paid on such services until 15/1/2025 is regularized. അതായത് ഇലക്ട്രിസിറ്റി സംബന്ധമായിട്ടുള്ള ആൻസിലറി സർവീസസിനെ എന്തെന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്? GSTന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഗോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്, മാക്സ് മുള്ളർ, ഭവൻസ്. These institutes do not charge GST until 1/4/2023 under a bona fide belief of exemption. GST paid for services from 1/7/2017 to 31/3/2023 is regularized on an as-is where-is basis. അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തിനാന്ന് ചോദിച്ചാൽ ജർമ്മൻ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, അവരുടെ ലാംഗ്വേജ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പ്രൊഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇത് അവരുടെ ആ ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇവരെന്താണ് വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ ഇവർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണല്ലോ, ഇങ്ങനെ അപ്സ്കില്ലിംഗ് ഒക്കെ കൊടുക്കുകയാണല്ലോ, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന സ്ഥാപനങ്ങളായതുകൊണ്ട് ഇവർ വിചാരിച്ചു ഇവർക്ക് എക്സംഷൻ കിട്ടും, ഓക്കെ, ഇവർക്ക് ടാക്സ് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെയും ഒരു സ്റ്റാർട്ടിങ് ഫേസ് ആയതുകൊണ്ട് ശ്രദ്ധിക്കാണ്ട് പോയി. അപ്പോൾ ഇവരും ബോണഫൈഡ് ആയിട്ട്, അതായത് ഉടായ്പ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഇവർ സത്യസന്ധമായി വിചാരിച്ചത് ഇവർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പരിധിയിൽ വരും, അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യേണ്ട, ടാക്സ് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ഫണ്ടിങ് ഗവൺമെൻറ് ആണ്, അപ്പോൾ സോവറിൻ ആണെന്നുള്ളൊരു ധാരണയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് 1/4/2024, ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് മനസ്സിലായി ഇവർക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പരിരക്ഷ കിട്ടില്ല. കാരണം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അണ്ടർ എ കരിക്കുലം, ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുത്താൽ മാത്രമേ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് GSTയുടെ ഡെഫിനിഷനിൽ വരുള്ളൂ. അപ്പോൾ ഇതങ്ങനെ ഒരു കരിക്കുലം ബേസ്ഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഇവർക്ക് എന്ത് ബാധകമല്ല, ഈ ഒരു എക്സംഷൻ ബാധകമല്ല. അപ്പോൾ അവർക്ക് ടാക്സ് അടയ്ക്കണം എന്ന് പറയാണ്. പക്ഷേ ഈ 31/3/2023 വരെ, അതായത് കഴിഞ്ഞ കാലഘട്ടം വരെ അടച്ചിട്ടുണ്ടോ അതങ്ങനെ പൊക്കോട്ടെ, അടച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇനി മുതൽ എന്ത് ചെയ്യണം, അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ക്ലാരിഫിക്കേഷൻ വന്നു.
അടുത്തത് introduction of temporary identification number under GST. The notification introduced key amendments to the Central Goods and Services Tax Rules 2017 to provide for the grant of a temporary identification number under the new Rule 16A. The issue addressed is the procedural gap where certain persons, although not liable for GST registration, are still required to make payments under the Act, such as in the case of enforcement actions or penalties. Earlier, there was no formal mechanism to enable such individuals to deposit tax compliantly without registration. To address this, Rule 16A is inserted to empower the proper officer to grant a temporary identification number to any person not liable for registration but required to pay GST. An order for the same will be issued in Part B of the revised form GST RAG 12, which has now been updated to include provisions for both temporary registration and temporary identification. അതായത് GST രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യതയില്ലാത്ത ആളാണ്. ഓക്കെ, കമ്പൽസറി ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു പെനാൽറ്റി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യം കാരണം ഇയാൾക്ക് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ യൂഷ്വലി ഇവർക്ക് എന്താണ്, അൺരജിസ്റ്റേർഡ് ആൾക്കാരായിരിക്കും, ഇവർക്ക് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇവർ മാനുവലി ചലാനൊക്കെ എടുത്ത് പേ ചെയ്യണം. അങ്ങനെയായിരുന്നു ഇത്രയും കാലം. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണ് ഇവർക്കൊരു ടെമ്പററി നമ്പറായിട്ട് കൊടുക്കും, ടെമ്പററി ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൊടുക്കും. അത് വെച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, GST പേ ചെയ്യാം, അമൗണ്ട് പേ ചെയ്യാം. Consequently, related amendments have been made to Rules 19 and Rule 87 to align them with the Rule 16A and REG 12 format has been comprehensively updated to capture personal, contract and bank account details of such person. This amendment streamlines compliance by creating a formal mechanism for non-registered person to fulfill their GST obligation, particularly in cases of reinforcement or ad hoc payments. Okay. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ടെമ്പററി ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൊടുത്തിട്ട് അതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫോംസും കാര്യങ്ങളും അതിനനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡേറ്റ്സ് ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് GST അമെൻഡ്മെൻറ്റ് റൂൾസ്. This notification issued under the powers granted by Section 164 of the CGST Act 2017 specify the effective dates for certain provisions of Central Goods and Services Tax Rules 2024 as notified earlier by notification number 12/2024 Central Tax dated 10th July 2024. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് റൂൾസിൻ്റെ എഫക്റ്റീവ് ഡേ എന്ന് തൊട്ടാണ് അത് അപ്ലിക്കബിൾ ആവുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എഫക്റ്റീവ് ഫ്രം 11/2/2025. ഓക്കെ, ഫെബ്രുവരി 11 മുതൽ ഏതൊക്കെയാണ് അപ്ലിക്കബിൾ? റൂൾ 2. റൂൾ 2ൽ എന്താ പറയുന്നത്, ഡെഫിനിഷൻസ് ആണ് മെയിനായിട്ട് പറയുന്നത്. രണ്ടാമത്തെ റൂൾ 24 ആണ് മൈഗ്രേഷൻ ഓഫ് പേഴ്സൺസ് രജിസ്റ്റേർഡ് അണ്ടർ ഏർലിയർ ലോസ്. അതായത് മൈഗ്രേഷൻ പ്രോസസ്സ്, മുന്നുള്ള ടാക്സ് ലോസിൽ ആരൊക്കെയാണോ രജിസ്റ്റേർഡ് അവരെങ്ങനെയാണ് GSTയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളാണ് റൂൾ 24ൽ പറയുന്നത്. 27ൽ പറയുന്നത് വാല്യൂ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വെൻ കൺസിഡറേഷൻ ഈസ് നോട്ട് ഹോൾലി ഇൻ മണി. അതായത് നമ്മളൊരു ഗുഡ്സോ സർവീസോ കൊടുത്തു, ഇൻ റിട്ടേൺ നമുക്ക് മോണിറ്ററി ടേംസിലല്ല കൺസിഡറേഷൻ കിട്ടുന്നത്, പാർട്ട്ലി ഇൻ മണി അല്ലെങ്കിൽ പാർട്ട്ലി ഇൻ കൈൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് വാല്യുവേഷൻ വരിക, ആ കാര്യങ്ങളാണ് റൂൾ 27ൽ പറയുന്നത്. അടുത്ത റൂൾ 32 ആണ്. ഓക്കെ, ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ സപ്ലൈസ് ലൈക്ക് ഫോറക്സ് ഓർ എയർ ട്രാവൽ ഏജൻറ്റ്, ലൈഫ് ഇൻഷുറൻസ്, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. അതായത് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിൽ നമുക്ക് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിനൊക്കെ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവർ തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തന്നു. അതാണ് റൂൾ 32, ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ സപ്ലൈസ്. ഓക്കെ, ഇനി എഫക്റ്റീവ് ഫ്രം 1/4/2024. ഓക്കെ, അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ റൂൾ 8 application for registration, amendments in Aadhaar authentication or biometric based registration. Rule 37 reversal of input tax credit in case of non-payment within 180 days. 180 ഡേയ്സിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ITC എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം എന്ന് പറയുന്ന റൂൾ 37. റൂൾ 38 മാനർ ഓഫ് ക്ലെയിമിംഗ് ITC ബൈ എ ബാങ്കിങ് കമ്പനി ഓർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഈ ബാങ്കിങ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2 രീതിയിൽ എന്ത് ചെയ്യാം, ITC ക്ലെയിം ചെയ്യാം. അതെല്ലാം പറയുന്നതാണ് റൂൾ 38. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. 11/2/2025 അപ്ലിക്കബിൾ ആവുന്ന റൂൾസ് ഏതൊക്കെയാണ്, 1/4/2025 മുതൽ അപ്ലിക്കബിൾ ആവുന്ന റൂൾസ് ഏതൊക്കെയാണ്. അടുത്തത് അമെൻമെൻറ്റ് ഇൻ എക്സംപ്റ്റഡ് സർവീസസ്. എക്സംപ്റ്റഡ് സർവീസസിൽ വന്നിട്ടുള്ള അമെൻമെൻറ്റ്സ് ആണ്.
in entry 25A for the words transmission and distribution wherever occurring the words transmission or distribution ഇവിടെ ആകെയുള്ള ഡിഫറൻസ് ആൻഡ് മാറി ഓർ ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അമെൻമെൻറ്റിൻ്റെ ആവശ്യം വന്നതെന്ന് വെച്ചാൽ നേരത്തെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് രണ്ടും ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ എക്സംഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇതിലേതെങ്കിലും ഒരു ആക്ടിവിറ്റി മാത്രമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ എക്സംഷൻ തരില്ല എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. അസസി പറഞ്ഞു രണ്ടും കൂടി ചെയ്യാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് ചെയ്താലും എക്സംഷൻ തരണം, കാരണം രണ്ട് വാക്കും ആക്ടിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ രണ്ടുപേരും കൂടി ഡിസ്പ്യൂട്ട് ആയപ്പോൾ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നാണ്. പറഞ്ഞു ആൻഡ് അല്ല ഓർ തന്നെ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഓർ മതി. ഓക്കെ, ഏതെങ്കിലും ഒന്നാണെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും, എക്സംഷന് എലിജിബിൾ ആണ്. അടുത്തത് എൻട്രി 36B ഹാസ് ബീൻ ഇൻസേർട്ടഡ് വിച്ച് പ്രൊവൈഡ്സ് ദാറ്റ് സർവീസസ് ഓഫ് ഇൻഷുറൻസ് പ്രൊവൈഡഡ് ബൈ ദ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 164B ഓഫ് ദ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 against contributions made by the insurers out of the premiums collected for third party insurance of motor vehicles. അതായത് മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ട്. ഓക്കെ, ഈ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് അതായത് ഒരു ആക്സിഡൻറ്റ് പറ്റി പക്ഷെ അവർ നോക്കാനാവില്ല, അങ്ങനെ നമ്മൾ പൊതുവേ പൈസ ഇല്ലാത്തതുകൊണ്ട് അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കൈസഹായം എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്ത്, മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയം എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ശതമാനം, ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഇൻഷുറൻസ് കമ്പനി എങ്ങോട്ട് കൊടുക്കണം, മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരുന്നത് ഈ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ടിലേക്ക് കൊടുക്കുന്ന അമൗണ്ടിന് അഗെയിൻസ്റ്റ് GST വേണം. ഓക്കെ, അതൊരു കൺസിഡറേഷനാണ് കൊടുക്കുന്നത്, അതിന് GST വേണം എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത്. പക്ഷേ ക്ലാരിഫിക്കേഷൻ വന്നു, അങ്ങനെ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ടിലേക്ക് കൊടുക്കുന്ന അമൗണ്ടിന് എന്ത് കൊടുക്കണ്ട, GST പേ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പേ ചെയ്യുന്ന 100% അമൗണ്ടും അതിൻ്റെ ഉദ്ദേശിച്ച ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് against serial number 69 in the entry following item shall be inserted a training partner approved by the National Skill Development Corporation. അതായത് യൂഷ്വലി നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കൊടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ അവർ അപ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എക്സംപ്റ്റഡ് ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നതെന്ന് ചോദിച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ലിസ്റ്റിൽ കുറച്ച് സർവീസ് പ്രൊവൈഡേഴ്സിനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അവരെ മാത്രമേ മുൻകാലങ്ങളിൽ എക്സംഷന് എലിജിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ NSDC അപ്രൂവ്ഡ് ആയിരിക്കും, പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ലിസ്റ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും എക്സംഷൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ അത് മാറ്റാനായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് NSDC അപ്രൂവ്ഡ് ട്രെയിനിങ് പാർട്ട്ണർ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി, അല്ലാണ്ട് സ്പെസിഫൈഡ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ്, NSDC അപ്രൂവ്ഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ എക്സംഷൻ്റെ എലിജിബിലിറ്റി കിട്ടും, ആ ഒരു ഓപ്ഷൻ അവൈൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് പുതിയ അമെൻമെൻറ്റ്. NSDC അപ്രൂവ്ഡ് ട്രെയിനർ ആണെന്ന് മാത്രം നോക്കിയാൽ മതി, സ്പെസിഫൈഡ് ലിസ്റ്റിൽ അവരുടെ പേരുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യം ഇല്ല. അടുത്തത് അമെൻമെൻറ്റ് ഇൻ റിവേഴ്സ് ചാർജ്. Again, serial number 4 relating to sponsorship, supply of service should be any person other than body corporate. സ്പോൺസർഷിപ്പ് സർവീസ് കൊടുക്കുന്നത് എനി പേഴ്സൺ അതർ ദാൻ ബോഡി കോർപ്പറേറ്റ് ടു ബോഡി കോർപ്പറേറ്റ് ഓർ പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ അതിന് RCM അപ്ലിക്കബിലിറ്റി ആണ്. ഈ സർവീസ് പ്രൊവൈഡർ ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ എന്തല്ല, RCM അപ്ലിക്കബിലിറ്റി വരില്ല. അതേപോലെ തന്നെ again serial number 5AB relating to renting of any immobile property other than residential dwelling, recipient of service should be any registered person other than a person who has opted to pay tax under composition levy. Our renting of immobile property other than residential dwelling provided to a registered person other than composition. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതെന്താണ്, RCM അപ്ലിക്കബിലിറ്റി വരും. അപ്പോൾ കോമ്പോസിഷൻ ഡീലർക്കാണ് നിങ്ങൾ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് വാടകയ്ക്ക് കൊടുക്കുന്നത്. സർവീസ് പ്രൊവൈഡർ അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ അവിടെ RCM അപ്ലിക്കബിലിറ്റി വരില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, കോമ്പോസിഷൻ ആണെങ്കിൽ RCM വരില്ല. അടുത്തത് ഗൈഡ് ലൈൻസ് ഫോർ പ്രോസസ്സിംഗ് GST രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻസ്. ഈ GST മൊത്തം ഓൺലൈനാണ് അല്ലേ, നമുക്ക് അങ്ങനെ ഓഫീസിനെ കാണാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ട് ഓൺലൈൻ ആക്കിയെന്ന് ചോദിച്ചാൽ ഈ കൈക്കൂലി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നത്, ഈ ഫുള്ള് ഓൺലൈൻ പ്രോസസ്സ് ഫേസ്ലെസ് ഒക്കെ ആക്കി മാറ്റിയത്. പക്ഷെ അപ്പോഴും നമ്മുടെ ആൾക്കാരല്ലേ ബിരുദന്മാരാണ്, നമ്മൾ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും ഒരു കാരണത്തിലൂടെ നമുക്ക് കൈക്കൂലിയൊക്കെ വാങ്ങാനായിട്ട് നോക്കും. അപ്പോൾ ആ സാഹചര്യമാണ് പറയുന്നത്. ദിസ് ഇൻസ്ട്രക്ഷൻ അഡ്രസ്സസ് ഇൻകൺസിസ്റ്റൻസീസ് ആൻഡ് ഡിലേസ് ഇൻ GST രജിസ്ട്രേഷൻ കോസ്ഡ് ബൈ ഓഫീസേഴ്സ്. കണ്ടോ, caused by officers seeking unnecessary clarification and documents beyond those prescribed in form GST REG 01. അതായത്
മോദി സർക്കാർ വന്ന സമയത്ത് ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്മളൊരു ഓഫീസിൽ കൊടുക്കാം. ഗവൺമെൻറ് ഒരു ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ സപ്പോസ് ഒരു 7 days എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 daysനുള്ളിൽ അത് എയ്തർ അപ്രൂവ് ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അവർ വെറുതെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ആഫ്റ്റർ 7 days ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി അപ്രൂവ്. അത് ഓട്ടോമാറ്റിക്കലി അപ്രൂവ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ എന്താ, ഒരുപാട് വെച്ച് താമസിപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓഫീസേഴ്സ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ 7 ദിവസത്തിനുള്ളിൽ എയ്തർ അപ്രൂവ് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. എല്ലാം റിജക്റ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോഴെന്താണ്, ആൾക്കാർക്ക് ആ ഉദ്ദേശിച്ച ബലം കിട്ടാതായി. അപ്പോൾ ആ കണ്ടീഷൻസാണ് പറയുന്നത്. അൺനെസസറി, ഒരു ആവശ്യമില്ലാത്ത ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ചോദിച്ചതുകൊണ്ട് എന്ത് ചെയ്യുക, വർപ്പിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ് എയിംസ് ടു ബാലൻസ് ദ പ്രിവെൻഷൻ ഓഫ് ഫ്രോഡുലൻറ്റ് രജിസ്ട്രേഷൻസ് വിത്ത് ദ നീഡ് ടു എൻഷുർ ജെന്യുവിൻ അപ്ലിക്കൻസ് ആർ നോട്ട് ഹറാസ്ഡ്. അതായത് എന്തിനാണ് ഈ ഡോക്യുമെൻറ്റ്സ് ചോദിക്കാനുള്ള പ്രൊവിഷൻ വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ഈ ഉഡായിപ്പ് കേസുകളൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു പ്രൊവിഷൻ. അതായത് ഓഫീസേഴ്സ് നേരിട്ട് വെരിഫൈ ചെയ്യണം, അങ്ങനത്തെ ഒരു ക്ലോസ് വെച്ചത്. പക്ഷേ അത് അൺനെസസറി ഹറാസ്മെൻ്റ് ആയിട്ട് മാറാനും പാടില്ല. The instruction supersedes earlier guidelines and lays down comprehensive directions for uniform processing of application. എല്ലാം ഒരേപോലെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. Officers are strictly advised to adhere to the indicative list of documents prescribed in Form GST REG 01 and avoid seeking unwarranted information such as PAN, Aadhaar or photographs of lessors unless necessary. ഈ മുട്ടാപ്പോക്ക് ന്യായങ്ങളൊന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, അവോയ്ഡ് ചെയ്യരുത്. For proof of principal place of business, various scenarios such as owned premises, rented premises, shared spaces or SEZ locations are covered with specific documentary requirements. Only one valid document should be demanded and presumptive queries are discouraged. Applications are not flagged as risky should be approved within 7 working days. അതായത് പ്രശ്നക്കാരല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വിത്തിൻ 7 days അപ്രൂവ് ചെയ്തിട്ടുണ്ടാവണം. While flagged applications or those requiring physical verification must be processed within 30 days. ഇനി അങ്ങനെ പ്രശ്നക്കാരാണ് എന്ന് മനസ്സിലാക്കിയാലും വിത്തിൻ 30 days എന്ത് കൊടുത്തിട്ടുണ്ടാവണം, അത് അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. Officers must upload verification reports promptly and seek clarification only for specific documented reasons. Queries beyond prescribed grounds require approval from deputy or assistant commissioners. അതായത് ചെറിയ ലെവലിലുള്ള ഓഫീസേഴ്സിന് ഒരു പരിധി വിട്ടിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഡെപ്യൂട്ടി അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ അപ്രൂവൽ വാങ്ങിയിട്ടുണ്ടാവണം. Additionally, zonal heads are instructed to supervise processing timelines, prevent deemed registration due to officer inaction and ensure sufficient staff is assigned. Strict disciplinary action is recommended for non-compliance with these guidelines. The instruction seeks to standardize registration practices, reduce delays, and enhance the ease of doing business while safeguarding the system from ITC fraud. അതായത് ITC ദുരുപയോഗം തടയുകയും വേണം, എന്നാൽ ടാക്സ് പേയേഴ്സിനെ സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളും കൂടി അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മുടെ സിസ്റ്റത്തിനെ മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സാണ് ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് IDTയിൽ നമുക്ക് അമെൻമെൻറ്റ്സ് ആയിട്ട് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എക്സാം അടിച്ചു പൊളിക്കുക. താങ്ക് യു, ബൈ.